ഇന്ന് കർണാടക മുഖ്യമന്ത്രിയെ കാണാൻ നിശ്ചയിച്ച സമയം 2 മണി സമയമായിരുന്നു. ആ 2 മണിക്ക് കണ്ടാൽ പിന്നീട് ഇവിടെ എത്താൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പായപ്പോൾ രാവിലെ തന്നെ അദ്ദേഹം അസംബ്ലിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു സുന്നി പ്രവർത്തകനായ ആരോഗ്യമന്ത്രി ടി അബ്ദുൽ ഖാദർ സാഹിബും അതുപോലെ മറ്റൊരു സുന്നി പ്രവർത്തകനായ MLA മൊയ്തീൻ ബാവയും അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ തന്നെ കാണണം, സമയം മാറ്റിത്തരണം. അങ്ങനെ രാവിലെ തന്നെ പോയി 10:30 മണിക്ക് 11 മണിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചതുകൊണ്ടാണ് പിന്നീട് ഉടനെ തന്നെ കാറിൽ പുറപ്പെട്ട് ഇവിടെ എത്തിയത്. അപ്പൊ അള്ളാഹുവിന്റെ അള്ളാഹ് അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് സാധിക്കും. ടിപ്പു സുൽത്താൻ ജയന്തി നടത്തിക്കൊള്ളണമെന്ന് നമ്മൾ നിർബന്ധിച്ചതൊന്നുമല്ല. ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന രാജാവ് വലിയ മഹാനായിരുന്നു. അദ്ദേഹം ഒരു വലിയായിരുന്നു എന്നുവരെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് അദ്ദേഹം ഇവിടെ ഇസ്ലാം മതം ആരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിക്കുകയോ നിർബന്ധിച്ചുകൊണ്ട് മുസ്ലിമാക്കുകയോ ചെയ്തിരുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ മന്ത്രിമാരിൽ പോലും അന്യമതക്കാർ ഉണ്ടായിരുന്നു. ഇന്ത്യ രാജ്യത്താണ് ഭരിക്കുന്നത്, ഈ ഇന്ത്യയിൽ അന്യമതസ്ഥരുള്ള രാജ്യമാണ്, അതുകൊണ്ട് അവർക്ക് കൂടി പൊരുത്തപ്പെടാൻ അന്യമതത്തിൽപ്പെട്ട മന്ത്രി കൂടി ആവശ്യമാണ് എന്ന് തീരുമാനിക്കുകയും അങ്ങനെ നിശ്ചയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ സാമുദായിക സൗഹാർദ്ദവും മതമൈത്രിയും നിലനിർത്തിയ ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ജന്മദിനം ഗവൺമെന്റ് അംഗീകരിച്ച ദിനമായി കർണാടക ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. അതേസമയത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന രാഷ്ട്രപിതാവ് എന്നുവരെ പറയപ്പെടുന്ന ഗാന്ധിജിയെ കൊന്ന വ്യക്തിക്ക് ഇവിടെ സ്മാരകം വേണമെന്നും അദ്ദേഹത്തിന്റെ പേരിൽ പലതും ഇവിടെ ആവശ്യമുണ്ടെന്നും പറയുന്നതിൽ ഒരു തർക്കവും കാണുന്നില്ല. ആ കൂട്ടരാണ് ഇവിടെ ഒരു ജയന്തി നിശ്ചയിച്ചപ്പോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. നാം നമ്മുടെ ദീൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മറ്റ് മതസ്ഥരെ അടിച്ചമർത്താനോ അവരെ തരം താഴ്ത്താനോ പാടില്ലെന്ന് പഠിപ്പിക്കുന്നതും എത്രയോ പ്രാവശ്യം നമ്മൾ ആ കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളതും ആണ്. കേരള യാത്രയിലൂടെയും കർണാടക യാത്രയിലൂടെയും എല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് അതാണ്. അതേസമയം മുസ്ലിം ഇസ്ലാമിനെ മുറുകെ പിടിക്കണം, നമ്മുടെ മതത്തെ മുറുകെ പിടിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കണം. ആ നബിതങ്ങൾ പഠിപ്പിച്ചത് നാം സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ അല്ലാഹു തആലയുടെ പ്രിയം നമുക്കുണ്ടാകും. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, തീർച്ചയായും സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ ആളുകൾ, സത്യവിശ്വാസവും സൽക്കർമ്മവുമുള്ളവർ
സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രിയത്തെ ആക്കും. പ്രിയം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രിയം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയം. അങ്ങനെ അല്ലാഹു തആലയും അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയം വെച്ചു കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാനായി. അല്ലാഹു തആല ഒരു മനുഷ്യരെ പ്രിയം വെച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല മലായികത്തിനെ വിളിച്ചിട്ട് പറയും, ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, യാ ജിബ്രീൽ ഇന്ന ഫുലാനൻ യുഹിബ്ബുഹു ഫഅഹിബ്ബഹ. ഓ ജിബ്രീലേ, ഞാൻ ഇന്ന വ്യക്തിയെ പ്രിയം വെക്കുന്നു, നിങ്ങൾ അദ്ദേഹത്തെ പ്രിയം വെക്കണം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മറ്റുള്ള കോടാനുകോടി മലക്കുകളോട് വിളിച്ചു പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രിയം വെച്ചിട്ടുണ്ട്, ഞാനും പ്രിയം വെച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും പ്രിയം വെക്കണം. ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും പ്രിയം വെക്കുന്നു. അങ്ങനെ പ്രിയം വെക്കുമ്പോൾ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ അവരെ പ്രിയം വെക്കുന്നു. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെപ്പോലുള്ള ഔലിയാക്കളുടെ ചരിത്രം നമുക്കറിയാം. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടിനീളമത്തിരമുള്ളവർ എന്ന് മുഹ്യിദ്ദീൻമാലയിൽ പറഞ്ഞത് അതാണ്. ആകാശത്തിലുള്ള മലക്കുകളും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരും അഖിലലോകം മുഴുവനും ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിനെ പ്രിയം വെക്കുന്നു. അവിടുന്ന് വഫാത്തായിട്ട് കൊല്ലങ്ങൾ എത്രയോ ആയി, ഇന്നും ലോകത്ത് മുഴുവനും അദ്ദേഹത്തെ പ്രിയം വെക്കുന്ന മഹാനവരുകളെ ബഹുമാനിക്കുന്ന മുഅ്മിനീങ്ങൾ ഉണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖവ ചെയ്തതിന്റെ ഫലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരെപ്പോലെ ഒന്നും എത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ആ മഹത്തുക്കളായ ആളുകളെ പ്രിയം വെച്ചുകൊണ്ട് അവരുടെ പാത, അവരുടെ വഴി, അവരുടെ സരണി നാം മുറുകെ പിടിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ എല്ലാവരും ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ലോകത്തിന്റെ നാനാഭാഗത്തേക്കും നാം കണ്ണോടിച്ചു നോക്കുമ്പോൾ എല്ലാ തരങ്ങളിലും കുഴപ്പം തന്നെ, കുഴപ്പം തന്നെ. നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ പാരീസിൽ എത്രയാളുകളാണ് കയറിച്ചെന്ന് വെടിവെച്ചങ്ങോട്ട് കൊല്ലുകയാണ്. അതുപോലെ സ്വന്തം ശരീരത്തെ കൊന്നൊടുക്കിക്കൊണ്ട് മനുഷ്യമുണ്ടാക്കി മറ്റുള്ളവരെ കൊല്ലുകയാണ്. ഈ നിലയ്ക്ക് ലോകത്ത് ജനങ്ങൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ മടക്കുകയും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്യലല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ലെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ നാവിലൂടെ നല്ലത് മാത്രമേ പറയാവൂ. നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം. നമ്മുടെ നാവ് കൊണ്ട് ചീത്ത പറഞ്ഞു പോകരുത്. നമ്മുടെ നാവ് കൊണ്ട് ദീപത്ത് പറഞ്ഞു പോകരുത്. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും പരിഹസിച്ചു പോകരുത്. നമ്മുടെ നാവ് കൊണ്ട് കളവ് പറയരുത്. അങ്ങനെ അല്ലാഹു പൊരുത്തപ്പെട്ട വാക്കുകൾ മാത്രം പറയുകയും അല്ലാഹു പൊരുത്തപ്പെട്ടത് മാത്രം പ്രവർത്തിക്കുകയും അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലേക്ക് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഒരു കഠിനമായ ചോദ്യം, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ വളരെ ഗൗരവപ്പെട്ടൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഞാനും നിങ്ങളും മനസ്സിൽ വെക്കണം. അലം യഅ്നി ലില്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തതിനു വേണ്ടി അവരെ ഹൃദയം ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ എന്നൊരു ചോദ്യം അല്ലാഹു വളരെ ഗൗരവപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത് കേട്ടോ. ഓ ചെറുപ്പക്കാരാ, നിനക്ക് ഭക്ഷണം തന്ന് വെള്ളം തന്ന്
ആയുസ് തന്ന്, നിനക്ക് ആരോഗ്യം തന്ന്, ബുദ്ധിയും തന്റെ ഇടവും തന്ന്, എല്ലാ കഴിവുകളും തന്ന് നിന്നെ വളർത്തുന്ന അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെടാൻ സമയമായില്ലേ? നീ എന്തുകൊണ്ടാണ് നിസ്കാരം കളാക്കുന്നത്? നീ എന്തുകൊണ്ടാണ് 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാത്തത്? നീ എന്തുകൊണ്ടാണ് കളവ് പറയുന്നത്? നീ എന്തുകൊണ്ടാണ് ചീത്ത പറയുന്നത്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് ഗൗരവമായി ചിന്തിച്ച്, നമ്മുടെ മൗത്ത് ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിയില്ല. അതിന്റെ മുമ്പ് അതിന് തയ്യാറായി നിന്ന് ഏറ്റവും നല്ല മനുഷ്യനായി ജീവിച്ച് നല്ല മനുഷ്യനായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഒരു സ്വലാത്ത്, ഞാൻ പറഞ്ഞു തരുന്ന സ്വലാത്ത് പതിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. സ്ത്രീകളും ഉമ്മപങ്ങന്മാരും ഒക്കെ ഉണ്ടാവും, അവരൊക്കെ പഠിക്കണം ഒരു സ്വലാത്ത്. എഴുന്നേറ്റ് നിന്നിട്ടില്ല. اللهم صل على سيدنا محمد. അക്കാലം കൂടി ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടുള്ളത് അവരൊക്കെ ഒഴിവുണ്ടല്ലോ, നാം ബാക്കിലുള്ള റോട്ടുകളിലേക്ക് ഇങ്ങോട്ട് വരാനും. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. نرتلي اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.